ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, ഈശ്വരൻ ഭാവപ്രിയനാണ്, ബാഹ്യപ്രിയനല്ല. എന്താണോ നിവേദ്യം വയ്ക്കുന്നേ നോക്കില്ല, ഏത് ഭാവത്തോടു കൂടി ആ നിവേദ്യം ഉണ്ടാക്കിയത്, ഏത് ഭാവത്തോടുകൂടെ നിവേദ്യം സ്വാമിയുടെ മുമ്പിൽ സമർപ്പിച്ചതെന്നേ നോക്കുള്ളൂ. ഭാവപ്രിയനാണ്, ബാഹ്യപ്രിയനല്ല. 1950കളിൽ സ്വാമിയുടെ ബർത്ത്ഡേ ഗംഭീരമായിട്ട് നവംബർ 23 സ്വാമിയുടെ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. അന്നും 50കളിൽ അന്ന് ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു അമ്മയ്ക്ക് തോന്നുകയാണ്, എല്ലാവരും ഇവിടെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് സാധനങ്ങൾ സ്വാമിക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ബർത്ത്ഡേക്ക്, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ സ്വാമി തോന്നുകയാണ്. അപ്പം അമ്മ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, ധാരാളം ഭക്തന്മാർ വരും, അടുക്കളയിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു, എന്തെങ്കിലും എൻ്റെ വക ചെയ്യാലോ. സ്വാമി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് വരികയാണ്. അടുക്കളയിൽ വന്നപ്പോൾ ഈ അമ്മ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, സ്വാമി എനിക്ക് തരാനൊന്നുമില്ല സ്വാമി എന്ന് പറഞ്ഞു, എനിക്ക് തരാനൊന്നുമില്ല. സ്വാമി പറഞ്ഞു, നിനക്ക് കുറച്ച് സ്ഥലമില്ലേ ഗ്രാമത്തിൽ? അവിടെ കുറച്ച് കപ്പലണ്ടി ഉണ്ടാക്കാം, ആ കപ്പലണ്ടി എല്ലാ ബർത്ത്ഡേക്ക് എനിക്ക് കൊണ്ടുവരണം. അന്ന് മുതൽ അമ്മ ഈ കപ്പലണ്ടി ഒരു പൈസ ഇല്ലാത്ത വേണ്ടി ഒരു പഴയ കീറി തുടങ്ങിയ ബാഗിൽ ഈ കപ്പലണ്ടിയിട്ട് സ്വാമിയുടെ അടുത്ത് വരും. സ്വാമി ദർശൻ ലൈനിൽ നിന്ന് ആ ബാഗ് മേടിച്ചുകൊണ്ട് പോകും. ദർശൻ ലൈനിൽ പിന്നെ ഭഗവാൻ ആ ബാഗ് തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ദിവസം ഈ ബാഗ് മേടിച്ച് സ്വാമി പുരന്ദര ഓഡിറ്റോറിയത്തിൽ ആ ഭഗവാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. സ്വാമിയുടെ കയ്യിൽ കത്തുണ്ട്, ഈ ബാഗും ഉണ്ട്, പഴയൊരു ബാഗ്. അപ്പോൾ പുരന്ദര ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെ കുട്ടികൾ കാത്തു നിൽക്കും, ഭഗവാന്റെ കൂടെയുള്ള കുട്ടികൾ ഈ കത്ത് ഇതൊക്കെ മേടിക്കാനായിട്ട്. കത്തെല്ലാം ഭഗവാൻ കൊടുത്തു. ബാഗിന് കൈ നീട്ടിയപ്പോൾ സ്വാമി ബാഗ് കൊടുത്തില്ല, ബാഗും കൊണ്ട് സ്വാമി മുള്ളക്കി പോവുകയാണ്. ഇപ്പോൾ കുട്ടികളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി, ഇത്രയും വില പിടിച്ച സാധനം എന്താ ബാഗിലുള്ള, ബാക്കിയെല്ലാം സ്വാമി ഞങ്ങളുടെ കയ്യിൽ തരാറുണ്ട്, ഇത് മാത്രം എന്താ തരാത്തത്? 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്വാമി തിരിച്ചു വന്നു. സ്വാമിയുടെ ചെയറിലിരുന്ന് സ്വാമി ഈ കപ്പലണ്ടി പൊളിക്കാൻ തുടങ്ങി. പൊളിച്ചിട്ട് ഇവർക്കെല്ലാം അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. സ്വാമി പറഞ്ഞു, ബാക്കിയുള്ള കപ്പലണ്ടി വേറൊരു ബാഗിലിടൂ, കാരണം അവർക്ക് ആകെ ഒരേ ഒരു ബാഗിൽ, ഇനി വേറൊരു ബാഗില്ല, അടുത്ത കൊല്ലം കപ്പലണ്ടി കൊണ്ടുവരാൻ അവർക്ക് ഈ ബാഗ് മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ, എത്രയോ വർഷം ഭഗവാന് കൊടുക്കാൻ വേണ്ടി തൻ്റെ ഗ്രാമത്തിലെ കുറച്ച് സ്ഥലത്ത് ഇവർ കപ്പലണ്ടി ഭഗവാന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. ഈ കപ്പലണ്ടി ഭഗവാൻ എല്ലാ ബർത്ത്ഡേയുടെ തിരക്കിൽ സ്വാമി വന്ന് ഈ അമ്മയുടെ നിന്ന് ബാഗ് മേടിച്ച് സ്വാമി തന്നെ അതകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ബാഗ് തിരിച്ചു കൊടുക്കാൻ സ്വാമി വരാറുണ്ട്. അവിടെയാണ് നമ്മൾ ഓർക്കണം, ഭഗവാൻ ഭാവപ്രിയനാണ്. ഏത് ഭാവത്തോടു കൂടിയാണ് സ്വാമിയെ നമ്മൾ കാണുന്നത്, അത് മാത്രമേ സ്വാമി നോക്കുള്ളൂ. ആ ഭാവം, ആ അമ്മയുടെ ഭാവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം.